നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുറിവുണങ്ങുന്നതിന് മുമ്പേ രാജ്യതലസ്ഥാനത്തെ നടുക്കിയ സ്ഫോടനം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഏകതയ്ക്കും ആത്മവിശ്വാസത്തിനും ഒരു പോറലുമേൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഓരോ ആക്രമണവും. രാജ്യത്തിന്റെ ജാഗ്രതയ്ക്ക് മേലുണ്ടായ സ്ഫോടനത്തിന് സ്ഥിരീകരണം വന്നില്ലെങ്കിലും അന്വേഷണത്തിലൂടെ എന്താണ് സ്ഫോടനത്തിന് പിന്നിലെ സംഭവമെന്ന് കണ്ടെത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട വലിയ ഉത്തരവാദിത്വമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. വിശദമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു ജയിലിൽ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. രേഖകളിൽ സ്വർണം ചെമ്പായത് വാസുവിന്റെ കാലത്ത്. അറസ്റ്റ് മുരാരി ബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ. മൂന്നാം പ്രതിയായ വാസു അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതൻ. CPM പങ്ക് തെളിഞ്ഞെന്ന് VD സതീശൻ. അറസ്റ്റ് CPM-നെ ബാധിക്കില്ലെന്ന് MV ഗോവിന്ദൻ. ആരൊക്കെയാണോ കുറ്റക്കാര്, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല. ചെങ്കോട്ട സ്ഫോടന കേസ് NIA ഏറ്റെടുത്തു. പൂർണ്ണമായും ചാവേർ ആക്രമണമല്ലെന്നും ബോംബ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്നില്ലെന്നും NIA-യുടെ പ്രാഥമിക നിഗമനം. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിലെ ഡോക്ടർ ഉമർ നബി, പിന്നിൽ ജെയ്ഷെ മുഹമ്മദ്. ഭീകരരുടെ വേരുകൾ തേടിയ അന്വേഷണ സംഘം. മരണം 13ആയി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചാവേർ സ്ഫോടനത്തിൽ 12 മരണം, 27 പേർക്ക് പരിക്ക്. हमारी एजेंसियां इस षड्यंत्र की तह तक जाएगी. इसके पीछे के षड्यंत्रकारियों को बख्शा नहीं जाएगा. സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസൂത്രകരെ വേട്ടയാടി പിടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. Responsible for this tragedy will be brought to the justice and will not be spared under any circumstances. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഫരീദാബാദിൽ 52 പേരെ ചോദ്യം ചെയ്തു. 6 പേർ കസ്റ്റഡിയിൽ. ബീഹാറിൽ എക്സിറ്റ് പോളുകളിൽ NDA-ക്ക് മുന്നേറ്റം. അധികാര തുടർച്ചയെന്ന് പ്രവചനം. അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ 68.52% റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയത് 1951 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിലെ 40 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ 22 വനിതകൾ. CPM-ന്റെ പട്ടിക നാളെ. കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകളിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP-യും. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും മത്സര രംഗത്ത്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സുരക്ഷാ വീഴ്ച. തെരുവുനായയുടെ ആക്രമണത്തിൽ 10 മാനുകൾ ചത്തു. അന്വേഷണം പ്രഖ്യാപിച്ചു വനം മന്ത്രി. സമിതി രൂപീകരിച്ചു. 4 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ അധ്യാപകനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. പോലീസ് നടപടി. ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി FIR. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സൗരാഷ്ട്ര മത്സരം സമനിലയിൽ. 1-ാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയ കേരളത്തിന് 3 പോയിന്റ്. മത്സരത്തിനിടെ കേരളത്തിന്റെ ഓപ്പണർ AK ആകർഷിന് പരിക്ക്. തുടർച്ചയായ ഇടിവിന് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയരുന്നു. ഗ്രാമിന് 225 രൂപ കൂടി. 1 പവന്റെ വില 92,600 രൂപ. വില ഉയരാൻ കാരണം രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില കൂടുന്നത്. സ്റ്റോറി ഓഫ് ദി ഡേ. തുലാമഴയിലും കൗതുകമായി കാട്ടുതീ.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിൽ. വാസുവിനെ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. എൻ വാസു അറസ്റ്റിലാകുന്നത് മുരാരി ബാബുവിന്റെയും സുധീഷിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ശബരിമല സ്വർണ്ണക്കേസിൽ 3ാം പ്രതിയായ വാസുവാണ് അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതൻ. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ സ്വർണം ചെമ്പായത് വാസുവിന്റെ കാലത്താണ്. ഇനി അന്വേഷണ പരിധിയിൽ ആരൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നതരിലേക്കോ എൻ വാസുവിന്റെ അറസ്റ്റ് നിർണായകമാണോ എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, എങ്ങനെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് എത്തപ്പെടുന്നത്? അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തി എന്ന് പറയാൻ സാധിക്കുമോ? ഒപ്പം ഇനി അടുത്തതാര്? ഒപ്പം സർക്കാരും CPM-ഉം ഏത് രീതിയിലായിരിക്കും പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാകുന്നത്? കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്ന് സർക്കാരിന്റെ വാദം പൊളിയുകയാണ് വാസുവിന്റെ അറസ്റ്റിലൂടെ. അമ്പിളി, ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരിക്കുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തുടർച്ചയായി 3 ദിവസം തുടർച്ചയായി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ എൻ വാസു റിമാൻഡിലായിരിക്കുകയാണ്. ഈ മാസം 24 വരെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു കോടതി. പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയത്. അതിനുശേഷം റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് എൻ വാസുവിനെ മാറ്റിയിരിക്കുകയാണ്. 2019 ഈ കട്ടളപ്പാളി കടത്തിയുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് അന്ന് 2019 മാർച്ച് മാസത്തിൽ ഒരു ഗൂഢാലോചന നടന്നുവെന്നും ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലുകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ പ്രതി ചേർക്കുകയും 3ാമത്തെ കേസിൽ 3ാമത്തെ പ്രതിയാണ് എൻ വാസു. അതേ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനോടകം തന്നെ അറസ്റ്റിലായിരിക്കുന്ന 2019 ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാർ, ഇവർ രണ്ടുപേരുടെയും മൊഴികളാണ് നിർണായകമായത്. അതിൽ സുധീഷ് കുമാർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ മഹസർ എഴുതി രേഖപ്പെടുത്തുമ്പോൾ സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവാണ്. എൻ വാസുവാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ വാസുവാണ്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കടത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ച്. ഇതടക്കമുള്ള ഏറ്റവും നിർണായകമായ തെളിവുകളാണ് മൊഴികളുടെ രൂപത്തിൽ ലഭിച്ചത്. ഇതേ തുടർന്നാണ് എൻ വാസുവിന് ഈ അന്വേഷണ സംഘത്തിലെ ചോദ്യം ചെയ്യൽ കൃത്യമായ മറുപടി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് എൻ വാസുവിനാണ് ഇതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിലേക്ക് എത്തുകയും വാസുവിൻ്റെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എൻ വാസുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്നാണ്. കാരണം സ്വാഭാവികമായി ദേവസ്വം കമ്മീഷണറാണ്. അത് ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന എ പത്മകുമാറിലേക്ക് അന്വേഷണം നീളുമോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി എടുക്കുമോ, അദ്ദേഹത്തിലേക്ക് അറസ്റ്റിൽ ഉണ്ടാകുമോ എന്ന അടക്കമുള്ള പല ചോദ്യങ്ങളും ഇപ്പോഴും പല ആകാംക്ഷകളും അത് സംബന്ധിച്ചുണ്ട്. കാരണം ഇനി അറിയേണ്ടത് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീളുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മന്ത്രിമാർ, ആ സമയത്തുണ്ടായ ദേവസ്വം മന്ത്രി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദേവസ്വം മന്ത്രി, പ്രതിപക്ഷവും ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം മന്ത്രി, നിലവിലെ ദേവസ്വം മന്ത്രിമാരടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീളം, അവരെ പ്രതി ചേർക്കണം, ചോദ്യം ചെയ്യണം എന്നടക്കം പ്രതിപക്ഷം ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും നിർണായകമാകുന്നത് ഈ സമയത്തെ എൻ വാസുവിൻ്റെ അധികാരത്തിലെ ഇടനാഴികൾ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് എൻ വാസു. എൻ വാസുവിൻ്റെ അറസ്റ്റ് വൈകുന്നത് പോലും അദ്ദേഹം CPM-ഉമായുള്ള ബന്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ സമ്മർദ്ദം, വലിയ തോതിലുള്ള സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ഈ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഇത്രയേറെ വൈകിയതെന്ന ശക്തമായ ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഇപ്പോഴും CPM-ന് 2 തവണ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാകുന്നു. അതിനു മുമ്പ് VS സർക്കാരിന്റെ കാലത്ത് മന്ത്രി PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പാർട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എൻ വാസുവിന്റെ അറസ്റ്റ് കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങുമെന്ന സൂചനകളിലേക്ക് വരുന്നു. ഒപ്പം തന്നെയും CPM-നെ സംബന്ധിച്ച് ഈ എൻ വാസുവിന്റെ അറസ്റ്റ് ഈ സമയത്ത് ഏറ്റവും നിർണായകമായ ഒരു വേളയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് സർക്കാരിന് ഇതുമായി യാതൊരു ബന്ധവുമല്ല, ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധമൊന്നുമില്ല എന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാർ, മുഖ്യമന്ത്രിയായാലും തന്നെ സർക്കാർ, MV ഗോവിന്ദൻ അടക്കമുള്ളവർ, പാർട്ടി ദേവസ്വം മന്ത്രിയുമൊക്കെ വലിയ രീതിയിലാണ് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ ആ വാദങ്ങളൊക്കെ പൊളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വാദങ്ങൾക്കൊക്കെ തിരിച്ചടിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഉറപ്പായും ഈ പ്രചാരണ സമയത്ത് സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രചാരണ വിഷയം പ്രതിപക്ഷമാക്കുന്നതും ദേവസ്വം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു വേളയിലാണ്, ഈ പ്രചാരണത്തിൽ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം ഈ എൻ വാസു എന്ന ഉന്നതൻ തന്നെ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായും സർക്കാരും പാർട്ടിയും ഒക്കെ തന്നെയും ഈ പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമ്പിളി.
ശരി, അൺഫിലിറ്റ് ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്യോഗസ്ഥർ മാത്രമായി നടത്തിയ ക്രമക്കേടാണെന്ന സർക്കാരിന്റെ വാദങ്ങളാണ് ഇതിലൂടെ പൊളിയുന്നത്. അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ CPM-ഉം സർക്കാരും പ്രതിരോധത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വാസു CPM-ന്റെ പ്രധാന പദവികൾ വഹിച്ച ആളുകൂടിയാണ്. വാസു അറസ്റ്റിലാകുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ അത് പ്രതിഫലിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. കാരണം സംസ്ഥാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. എൻ വാസു, ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു, ഈ രേഖകളെല്ലാം കൈകാര്യം ചെയ്യുന്ന വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാർ ആയിരുന്നു. അദ്ദേഹത്തിലേക്ക് ഇനി അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ശബരിമല യുവതീ പ്രവേശവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ സർക്കാരിന് മുന്നിൽ പാഠങ്ങളായുണ്ട്. അതുകൊണ്ട് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റ് സർക്കാരിനും CPM-നും വലിയ ആശങ്ക തന്നെയാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു 14 ദിവസം റിമാൻഡിലാണ്. പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കട്ടിളപ്പാളികളിൽ നവീകരണത്തിന് ശുപാർശ നൽകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തുകയും ചെയ്തു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി. മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായമായ ലാഭമുണ്ടാക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വാസുവിനെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസുവിനെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പ്രതികളാക്കണമെന്ന് പ്രതിപക്ഷം. എൻ വാസു അറസ്റ്റിലായതോടെ കടകംപള്ളി സുരേന്ദ്രനെയും VN വാസുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. A. പത്മകുമാറിന്റെയും PS പ്രശാന്തിന്റെയും നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുകളെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം. ദേവസ്വം ബോർഡുകൾക്കൊക്കെ കേസെടുക്കണം. എൻ വാസു അറസ്റ്റിലായതോടെ CPM നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമായതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. CPM നേതൃത്വവുമായും സർക്കാരിലെ ഉന്നതരുമായും അടുത്ത ബന്ധമുള്ള ആളാണ് വാസു. വാസു നടത്തിയ കൊള്ളയുടെ തുടർച്ചയാണ് ശേഷം വന്ന ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എൻ വാസുവിന്റെ അറസ്റ്റ് CPM-നെ ബാധിക്കില്ലെന്ന് CPM. ശബരിമലയിലെ സ്വർണം കട്ടവർ ആരാണെങ്കിലും പിടിക്കപ്പെടണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറ്റക്കാർക്ക് യാതൊരു പരിരക്ഷയും ഉണ്ടാകില്ല. SITയുടെ അന്വേഷണത്തെ BJP തള്ളി പറയുന്നത് ആരൊക്കെയോ സംരക്ഷിക്കാനാണെന്നും MV ഗോവിന്ദൻ. ആ SIT പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അത് ആവർത്തിക്കുക തന്നെയാണ്. അതിലൊന്നും ഒരു കുറ്റകൃത്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ആരായാലും ഞങ്ങൾക്ക് എന്ത് ബാധിക്കും? ഞങ്ങളെന്ത് ബാധിക്കും? നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. എൻ വാസുവിന്റെ അറസ്റ്റ് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനെന്ന് BJP. വാസുവിന്റെ അറസ്റ്റിലൂടെ മാളത്തിലിരിക്കുന്ന പല ഉന്നതന്മാരെയും രക്ഷിക്കുവാനുള്ള സർക്കാരിന്റെ അജണ്ടയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണം കടത്തിയ മുഴുവൻ പേരെയും പൊതുജനമധ്യത്തിൽ കൊണ്ടുവരണം. അതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാത്രമാണ് പരിഹാരമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. തീവ്രവാദി ആക്രമണമാണെന്ന വിലയിരുത്തലിൽ അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. ഫരീദാബാദിൽ അറസ്റ്റിലായ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ട 3 ദിവസത്തേക്ക് അടച്ചിട്ടുണ്ട്. അതിനിടെ I-20 കാറിന്റെ സഞ്ചാര സമയക്രമം പുറത്തുവന്നു. ലാൽഖില മെട്രോ സ്റ്റേഷന്റെ 1-ാം ഗേറ്റിന് സമീപത്തുള്ള സിഗ്നലിന് മുന്നിലാണ് I-20 കാർ പൊട്ടിത്തെറിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തീവ്രവാദ ആക്രമണത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു വന്നത്. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ്. അന്വേഷണ ചുമതല ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിൽ നിന്ന് അന്വേഷണം NIAക്ക് കൈമാറിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഡൽഹി ക്രൈംബ്രാഞ്ച്
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ഫരീദാബാദിൽ പിടിയിലായ ജമ്മു കശ്മീർ സ്വദേശികളും ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരുമായ ഡോക്ടർമാർക്ക് സംഭവവുമായി ബന്ധമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം മാത്രം ഡൽഹിയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയത്. അവ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ സഞ്ചാര സമയം പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 7:30 ഫരീദാബാദിലെ ഏഷ്യൻ ആശുപത്രിയുടെ പുറത്ത് കാറുണ്ട്. 8:13 വാഹനം ബദർപൂർ ടോൾ പ്ലാസ കടന്നു. 8:20 ഓഖ്ല വ്യവസായ മേഖലയിലെ പെട്രോൾ പമ്പ് കടന്നു പോന്നു. 3:19 ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തെത്തി. 3 മണിക്കൂറോളം വാഹനം അവിടെ തുടർന്നു. 6:22 മാസ്ക് ധരിച്ച ഒരാൾ പണം നൽകി പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വാഹനം പുറപ്പെട്ട് 24 മിനിറ്റിനുള്ളിൽ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്താകമാനം അതീവ ജാഗ്രത തുടരുകയാണ്. കാറിലുണ്ടായിരുന്നത് ഉമർ നബി എന്ന വ്യക്തിയാണ് എന്നാണ് പ്രാഥമിക വിവരം. വിവിധ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ഉമർ ജോലി ചെയ്തിരുന്നു എന്നാണ് സൂചന. പുൽവാമയിലെ കോലി സ്വദേശിയാണ് ഉമർ നബി. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടിയിട്ടുണ്ട് ഇയാൾ. ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ ആളുകളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചെങ്കോട്ട സ്ഫോടന കേസ് NIA ഏറ്റെടുത്തു. ഡൽഹി സ്ഫോടനം ചാവേർ ആക്രമണത്തിന്റെ സ്ഥിരം രീതിയിലല്ല ഉണ്ടായതെന്നാണ് NIAയുടെ പ്രാഥമിക നിഗമനം. വലിയ സ്ഫോടന പദ്ധതിയാണ് ഇല്ലാതാക്കിയത്. തുടർച്ചയായി ഉണ്ടായ റെയ്ഡുകളും അറസ്റ്റുകളുമാണ് തിടുക്കപ്പെട്ടുള്ള സ്ഫോടനത്തിന് കാരണം. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്നില്ല ബോംബെന്നും NIA പറയുന്നുണ്ട്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, NIA ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ തുടർ നടപടി എന്നോളമാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തി പോരുന്നത്. ഇപ്പോൾ ആസൂത്രിത ആക്രമണമല്ലെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോൾ NIAയുടെ ഒരു പ്രാഥമിക നിഗമനം എന്തൊക്കെയാണ്? അമ്പിളി, ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രാഥമിക നിഗമനമാണ് പ്രധാനമായി പുറത്തേക്ക് വരുന്നത്. അത് സുപ്രധാനമായ ഒരു നിഗമനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുണ്ട്. ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നു. അത് ഫരീദാബാദിലും സഹാറൻപൂരിലും അതുപോലെ തന്നെ പുൽവാമയിലൊക്കെ തന്നെ റെയ്ഡുകൾ നടത്തുന്നു. നിരവധി ആളുകളെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ മറുനീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്ന്. ആ റെയ്ഡിന്റെ ശ്രദ്ധ മാറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാഥമിക നിഗമനമായി മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി സമാനമായ നിലപാട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പൂർണ്ണമായും പ്രവർത്തനക്ഷമ ആകുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഫോടനം, ഒരു ബോംബിലേക്കല്ല കാര്യങ്ങൾ എത്തിയത്. പൂർണ്ണമായും അത് ആ രീതിയിലേക്ക്, ബോംബ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. അതായത് IED പോലുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസി ഈ ഘട്ടത്തിൽ പറയുന്നത്. നേരത്തെ തന്നെ അമോണിയം നൈട്രേറ്റും അതുപോലെ തന്നെ ഫ്യൂവൽ ഓയിലിൻ്റെയും ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ റെയ്ഡുകൾ നടത്തുകയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ആളുകളുടെ അറസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയൊക്കെ തന്നെ പിടികൂടി വെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഈ റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ വാഹനവുമായി കൊണ്ടുവന്ന് ഒരു സ്ഫോടനം നടത്തി എന്നുള്ളത് തന്നെ. മാത്രമല്ല, സാധാരണ ചാവേർ ആക്രമണത്തിന്റെ പതിവ് രീതിയല്ല ഇതിൽ അവലംബിച്ചുള്ളത്. അതിനൊരു കാരണം, ഇത് തിടുക്കപ്പെട്ട് വളരെ പെട്ടെന്ന് തീരുമാനിക്കുകയും ഒപ്പം തന്നെ പരിഭ്രാന്തരായതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു സ്ഫോടനം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ചാവേറാക്രമണമാണെങ്കിൽ ജനസാന്ദ്രതയുള്ള, ജനങ്ങൾ കൂടുതലായുള്ള മേഖലയിലേക്ക് ആ വാഹനം കൊണ്ടുവന്ന് അവിടെ വെച്ച് റിമോട്ട് സംവിധാനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് സംവിധാനം ഉപയോഗിച്ചോ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ വാഹനം പൂർണ്ണമായും ഇടിച്ചു കയറ്റുന്ന, പുൽവാമയിലേക്ക് നമ്മൾ കണ്ടതാണ്, ഇടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് സ്ഫോടനത്തിലേക്ക് കാര്യങ്ങളെത്തി. അത് ഈ പരിഭ്രാന്തിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വലിയൊരു സ്ഫോടനത്തിനുള്ള പദ്ധതി ഇവർ ഇട്ടിരുന്നു. അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞു. കാരണം 2900 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അതിൽ തന്നെ അമോണിയം നൈട്രേറ്റ് ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് RDXുമായി പ്രവർത്തിക്കാൻ സാഹചര്യമുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതിന് ഏതെങ്കിലും തരത്തിൽ
നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന രാസവസ്തുക്കളുണ്ട്. ഇതൊക്കെ തന്നെയാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരുടെ ഒരു ശ്രദ്ധ പൂർണ്ണമായും തെറ്റുകയും പരിഭ്രാന്തരാകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കൂടുതൽ അപകടമുണ്ടാകാതിരുന്നതും ഈ അന്വേഷണത്തിൻ്റെ ഒരു തുടക്കം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഇനി ഈ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മാത്രമല്ല ഈ ഉമർ നബി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ട വ്യക്തി എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൽ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ വരുന്ന മണിക്കൂറുകൾ മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രാഥമിക നിഗമനത്തിനപ്പുറത്തേക്ക് അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയെന്നും കൃത്യമായ പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അമിത്ഷാ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ FSLുമായി ബന്ധപ്പെട്ട ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കൈമാറാനുള്ള നിർദ്ദേശം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുകൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വളരെ പെട്ടെന്ന് ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഔദ്യോഗികമായ അന്വേഷണം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സ്ഥലത്തേക്ക് എത്തി കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് ഇത്തരം ആളുകളെ ഡോക്ടർമാരടങ്ങുന്ന സംഘത്തെയെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തിന് ശേഷം കൃത്യമായി വിവരങ്ങൾ ATSുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്ര സുപ്രധാനമായ ഒരു നിഗമനത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. അമ്പിളി, ശരി, ആസൂത്രിത ആക്രമണമല്ലെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുമ്പോൾ സ്ഫോടനം നടക്കുന്നതിന് മുമ്പേ തന്നെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടന്നിരുന്നു. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പ്രതിയെ പരിഭ്രാന്തനാക്കി. ഇതൊരു വലിയ ശൃംഖലയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഡൽഹിയിൽ സ്ഫോടനം നടന്നത് എന്നൊരു നിഗമനത്തിലേക്കും അനുമാനത്തിലേക്കും ഒക്കെയാണ് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ NIA എത്തുന്നത്. വേഗത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് വഴിവെച്ചതായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഒക്കെ വിലയിരുത്തി പോകുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോയി യഥാർത്ഥ പ്രതികളെ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഡൽഹി സ്ഫോടനത്തിൽ നമ്മുടെ രാജ്യവും രാജ്യതലസ്ഥാനവും ഒക്കെ വലിയ ജാഗ്രതയിലാണ്. സ്ഫോടനത്തിൽ ഇന്നലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം സ്ഫോടനത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ അതിശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ചെങ്കോട്ട സ്ഫോടനത്തിന് കാരണക്കാരായ ഒരാളെയും വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരവാദികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. बहुत भारी मन से आया हूं। कल शाम दिल्ली में हुई भयावह घटना ने सभी के मन को व्यथित कर दिया है। मैं पीड़ित परिवारों का दुख समझता हूं। आज पूरा देश उनके साथ खड़ा है। कल रात भर പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഭൂട്ടാനിൽ നിന്നായിരുന്നു. സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഭൂട്ടാനിലെത്തിയത്. ഭൂട്ടാൻ രാജാവിന്റെ പിതാവും മുൻ ഭരണാധികാരിയുമായ ജിഗ്മേ സുംഗെ വാങ്ചുക്കിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത്. ഭാരിച്ച ഹൃദയത്തോടെയാണ് ഇവിടെ താൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖം മനസ്സിലാകുമെന്നും അവർക്കൊപ്പം രാജ്യമുണ്ടെന്നും പറഞ്ഞ പ്രധാനമന്ത്രി സ്ഫോടനത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഭൂട്ടാൻ രാജാവിന്റെ നേതൃത്വത്തിലാണ് അനുശോചന പ്രാർത്ഥന നടന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്ന് രാഷ്ട്രത്തിന് ഉറപ്പ് നൽകുകയാണെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident.
ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കർശന പരിശോധനയാണ് നടന്നത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ ചേർന്നാണ് സംസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനകത്തും പാർക്കിംഗ് ഏരിയയിലും ബസ് സ്റ്റാൻഡുകളിലും ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം കർശനമായ പരിശോധനയാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരങ്ങളിലുമൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിലും പൊതു ഇടങ്ങളിൽ പരിശോധന തുടരുകയാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ RPFന്റെ നേതൃത്വത്തിലാണ് പരിശോധന. സ്ഫോടനത്തിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് രാജ്യം. പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. സംശയാസ്പദമായി വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലായി പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും കഴിഞ്ഞ രാത്രി പരിശോധന നടത്തിയിരുന്നു. ജില്ലാ ഡോഗ് സ്ക്വാഡിലെ എക്സ്പ്ലോസീവ് വിഭാഗം നായ ബെയിലിയെ എത്തിച്ചായിരുന്നു പരിശോധന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാകിസ്ഥാനിലും ചാവേർ സ്ഫോടനം, 12 പേർ കൊല്ലപ്പെട്ടു, 27 പേർക്ക് പരിക്കേറ്റു. ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുന്നിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഡൽഹി സ്ഫോടനത്തിന് സമാനമായ രീതിയിലാണ് സ്ഫോടനം. ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പ്രവൃത്തി ദിവസമായതുകൊണ്ട് കോടതി പരിസരത്ത് നിരവധി അഭിഭാഷകരുമുണ്ടായിരുന്നു. 6 കിലോമീറ്റർ ദൂരത്തോളം സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. സമീപത്തുള്ള വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. തെക്കൻ വസീറിസ്ഥാനിലെ വാനയിൽ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പാക് സുരക്ഷാ സേന തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിന് സമീപത്ത് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. 68.52% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 64.66% ഒന്നാം ഘട്ടത്തിലെ പോളിംഗ്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടം പോളിംഗ് നടന്നത്. 45,339 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചത്. 1,302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. ഉച്ചയോടെ 60.40% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷയെല്ലാം കൂട്ടിയിരുന്നു. ബീഹാറിൽ NDAക്ക് മുന്നേറ്റം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഭരണത്തുടർച്ച നേടുമെന്നും NDA 130-ലേറെ സീറ്റുകളിൽ ജയിക്കുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുന്നത്. അതേസമയം മഹാസഖ്യത്തിന് പരമാവധി 103 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. NDAയുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് തുടർഭരണം പ്രവചിക്കുന്നു. പീപ്പിൾസ് പൾസ് സർവേ NDAക്ക് 46.2% വോട്ടുകൾ ലഭിക്കുമെന്നും 133 മുതൽ 159 സീറ്റുകൾ വരെ നേടുമെന്നുമാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യം 37.9% വോട്ടുകൾ നേടുമെന്നും 75 മുതൽ 101 സീറ്റുകൾ വരെ നേടുമെന്നും പീപ്പിൾസ് സർവേ പറയുന്നു. ജൻസൂരജ് പാർട്ടി 9.7% വോട്ടുകളും 0 മുതൽ 5 സീറ്റുകളും നേടുമെന്നും പീപ്പിൾസ് പൾസിന്റെ സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 32% ജനങ്ങൾ താൽപര്യപ്പെടുന്നത് തേജസ്വി യാദവാണെന്നും സർവേയിൽ പറയുന്നു. NDA 147 മുതൽ 167 സീറ്റുകൾ വരെ നേടുമെന്നാണ് മാട്രിക്സ് സർവേ പറയുന്നത്. ഇന്ത്യ സഖ്യം 70 മുതൽ 90 വരെ സീറ്റുകളും മറ്റുള്ളവർ 2 മുതൽ 6% സീറ്റുകളും നേടുമെന്നും മാട്രിക്സ് സർവേ പ്രവചിക്കുന്നു. ന്യൂസ് 18 മെഗാ പോൾ പ്രകാരം NDA 60 മുതൽ 70 വരെ സീറ്റുകളും മഹാസഖ്യം 45 മുതൽ 55 വരെ സീറ്റുകളും നേടുമെന്ന് പ്രവചിക്കുന്നു. ചാണക്യ സ്ട്രാറ്റജിസ്റ്റ് സർവേ പ്രകാരം NDA 130 മുതൽ 138 വരെ സീറ്റുകളും മഹാസഖ്യം 100 മുതൽ 108 വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നു. ദൈനിക് ഭാസ്കർ നടത്തിയ സർവേ 145 മുതൽ 160 സീറ്റുകൾ വരെ NDA നേടുമെന്നാണ് പറയുന്നത്. മഹാസഖ്യത്തിന് 73 മുതൽ 91 സീറ്റുകളും പ്രവചിക്കുന്നു. പ്രശാന്ത് കിഷോറിന്റെ JSP സഖ്യം 3 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 5 മുതൽ 7 സീറ്റുകൾ വരെയുമാണ് ദൈനിക് ഭാസ്കറിന്റെ പ്രവചനം. JVC സർവേ പ്രകാരം NDA 135 മുതൽ 150 വരെ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് 88 മുതൽ 103 വരെ സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. PMark സർവേ പ്രകാരം NDA 142 മുതൽ 162 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്.
മഹാസഖ്യത്തിന് 80 മുതൽ 98 സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് സർവേ പറയുന്നത്. BJP, JDU, ലോക് ജൻശക്തി പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ കൂട്ടുമുന്നണിയായിരിക്കും കൂടുതലും സീറ്റുകളിലും വിജയിക്കുക എന്ന് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. മഹാസഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഫലങ്ങൾ പറയുന്നു. അതേസമയം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ സാന്നിധ്യം കാര്യമായ പ്രതിഫലനമൊന്നും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ലെന്നാണ് പ്രവചനം. ന്യൂസ് ഡെസ്ക് അമൃത TV. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NDA സഖ്യം 2020-നേക്കാൾ മികച്ച പ്രകടനവുമായി അധികാരത്തിലേറുമെന്നാണ് പറയുന്നത്. അതിന്റെ കേന്ദ്ര ബിന്ദുവാകുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. എക്സിറ്റ് പോളിലെ ഫലസൂചനകൾ കൃത്യമാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ 1/4 നൂറ്റാണ്ടെന്ന നാഴികക്കല്ലിലേക്കാണ് നിതീഷ് കുമാർ നടന്നെടുക്കുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വീറും വാശിയും കൂടുതലായിരുന്നു ബീഹാറിൽ എന്ന പ്രത്യേകത കൂടിയുണ്ട്. 1951 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ എന്തായാലും വോട്ടെടുപ്പിലെ അടിയൊഴുക്കുകൾ പ്രവചനാതീതമാണ്. വെള്ളിയാഴ്ച അറിയാം അന്തിമവിധി. PV അൻവറിനെ UDF എടുക്കുന്ന കാര്യത്തിൽ മലപ്പുറത്തെ UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. CK ജാനുവിന്റെ കാര്യത്തിലും വയനാട്ടിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇന്ന് ചേർന്ന UDF യോഗത്തിൽ ധാരണയായി. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് PV അൻവറിന്റെ പ്രവേശനം അടഞ്ഞ അധ്യായമെന്നാണ് പറഞ്ഞിരുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും വാതിൽ തുറക്കുകയാണ്. ഒപ്പം തന്നെ CK ജാനുവിന്റെ കാര്യത്തിലും ഏത് രീതിയിലായിരിക്കും UDF ഒരു തീരുമാനത്തിലേക്ക് എത്തുക? ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിലുള്ളത്. ഇന്ന് UDF-ന്റെ യോഗം ഓൺലൈനായി ചേർന്നിരുന്നു. വൈകിട്ടോടുകൂടിയാണ് യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്നതിനാൽ പ്രാദേശിക തലത്തിൽ CK ജാനുവുമായും PV അൻവറുമായും ഒരു ബാന്ധവം വേണമെന്നൊരു ആവശ്യം നേതാക്കൾ ഉയർത്തുന്നു. CK ജാനു കത്ത് തന്നെ ഇതിനോടകം തന്നെ UDF ചേരണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുക. ആ കത്ത് പിന്നീട് പരിഗണനയ്ക്ക് വെക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് PV അൻവറിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതായത് PV അൻവറിനെ പാർട്ടിയിലേക്ക് വേണ്ട UDF എടുക്കില്ല എന്നുള്ള മുൻ നിലപാടിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ ഇനി ആ പ്രാദേശിക ഘടകങ്ങൾ തീരുമാനിക്കട്ടെ, പ്രാദേശിക ഘടകങ്ങൾ എടുക്കണമെന്നാണ് മലപ്പുറത്തെ നേതാക്കൾ പറയുന്നതെങ്കിൽ PV അൻവറിനെ UDF-ൽ എടുക്കും. അതിൽ യാതൊരു സംശയമില്ല. ഉറപ്പായും നമുക്കറിയാം മുസ്ലിം ലീഗിന് വലിയ രീതിയിൽ തന്നെ PV അൻവർ വേണമെന്ന PK കുഞ്ഞാലിക്കുട്ടി അടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ഇടനിലക്കാരായി അല്ലെങ്കിൽ ഇടപെട്ട് മധ്യസ്ഥ ചർച്ചകളിലേക്കൊക്കെ മുൻകൈ എടുത്തതൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും മലപ്പുറത്തെ UDF നേതാക്കൾക്ക് PV അൻവർ ഉൾക്കൊള്ളണമെന്ന് തന്നെയാണ് അവർ നിലപാട് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെയെങ്കിൽ PV അൻവറിന്റെ UDF-ലേക്ക് പ്രവേശനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം CK ജാനു പ്രാദേശിക തലത്തിൽ ഏറെ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ ഈ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CK ജാനുവിന് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ CK ജാനുവിനും ഉടനെ തന്നെ UDF-ലേക്കുള്ള പ്രവേശനം ഉണ്ടാകുന്നു. അതിലേക്കുള്ള ചുവടുവടികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി UDF-ന്റെ ഓൺലൈൻ യോഗത്തിലെടുത്ത തീരുമാനം. ശരി, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDF മുന്നണി വിപുലീകരണത്തിലേക്ക് കടക്കുകയാണ്. കൂടെ കൂട്ടാവുന്ന നേതാക്കളെയൊക്കെ കൂട്ടി മുന്നണി വിപുലീകരിക്കുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറും CK ജാനുവും ഒക്കെ UDF-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ.